പഠിച്ചും പാഠം ഉൾക്കൊണ്ടും കേരള രാഷ്ട്രീയത്തിൽ വളർന്ന അതികായനാണ് കെ മുരളീധരൻ. കെ കരുണാകരന്റെ മകൻ എന്ന രാഷ്ട്രീയ പാരമ്പര്യത്തിനപ്പുറം മുരളിക്ക് ഒരു പ്രത്യേക ശൈലിയുണ്ട്. ആ രാഷ്ട്രീയ ശൈലിയുടെ ഉറച്ച കരുത്തുമായാണ് കെ മുരളീധരൻ വീണ്ടും മന്ത്രിപദത്തിലേക്ക് എത്തുന്നത്. കണ്ണോത്ത് കരുണാകരൻ മുരളീധരൻ കേരള രാഷ്ട്രീയത്തിലെ അതികായൻ. പിതാവിൻ്റെ പാതയിലൂടെയായിരുന്നു യാത്രയെങ്കിലും പിന്നെ എപ്പോഴോ വേറിട്ടൊരു വഴിയിൽ കയറി നിന്ന കേരള രാഷ്ട്രീയത്തിലെ മഹാമേരു. ഐക്യ കേരളത്തിനും കെ മുരളീധരനും ഒരേ പ്രായമാണ്. രണ്ടാം തവണയാണ് മുരളീധരൻ മന്ത്രിയാകുന്നതെങ്കിലും ആദ്യാനുഭവം ശുഭകരമായിരുന്നില്ല. 2001 AK ആന്റണി മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രി. പക്ഷേ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടിയപ്പോൾ പരാജയപ്പെട്ട് മന്ത്രിസ്ഥാനം നഷ്ടമായി. അഭിപ്രായ ഭിന്നതകളും ആശയപരമായ സംഘടനവും 2005 കോൺഗ്രസ് വിടാൻ കെ മുരളീധരനെ നിർബന്ധിതനാക്കി. പിതാവിനൊപ്പം ചേർന്ന് DICK രൂപീകരിച്ച് പ്രവർത്തിക്കാനിറങ്ങി. പിന്നീട് NCPയിലുമെത്തി. 2011 കോൺഗ്രസിൽ തിരിച്ചെത്തി. അനുഭവങ്ങളുടെ തീച്ചൂളയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് രാഷ്ട്രീയ ഗോതയിൽ സജീവമായ മറ്റൊരു മുരളീധരനെയാണ് പിന്നീട് കേരളം കണ്ടത്. 2011 2016 വട്ടിയൂർക്കാവിൽ നിന്ന് വിജയക്കൊടി ഉയർത്തി. 2019 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് അട്ടിമറി ജയം. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേമത്തു നിന്നും 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്നും പരാജയം ഏറ്റുവാങ്ങി. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കോൺഗ്രസിനായി എത്തുന്ന ക്രൗഡ് പുള്ളർ കെ മുരളീധരൻ മന്ത്രിപദത്തിൽ വീണ്ടും എത്തുന്നു. S. വിനേഷ് കുമാർ, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.